പഞ്ചാബിലെ ബത്തിൻഡയിലായിരുന്നു സുർജിത് സിംഗും ഫാമിലിയും താമസിച്ചിരുന്നത്. ആൾക്ക് 2 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത കുട്ടിയുടെ പേര് ജ്യോതി നിഷ എന്നായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് മോഡലിംഗ് കരിയർ ബിൽഡ് ചെയ്യണം, ഒരു മോഡലാവണം, ഒരു ആക്ട്രസ് ആവണം, ആ ഒരു രീതിയിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോഡലിംഗ് കരിയർ പേഴ്സ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിലോട്ട് പോകാനായിട്ട് ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. അതിനുശേഷം പാരൻസിൻ്റെ അനുമതിയോട് കൂടിയിട്ട് തന്നെ ബോംബെയിലോട്ട് ആ പെൺകുട്ടി പോവുകയാണ്. അവിടെ ആ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണ്. പതിയെ ആ കരിയറിൽ ആ പെൺകുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മോഡലിങ്ങിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ മാസാമാസം വീട്ടിലോട്ട് പൈസ അയക്കാനുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടി എത്തുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വീട്ടിലോട്ട് വിളിക്കും, ഇതുപോലെ തന്നെ മാസാമാസം പൈസ അയക്കും, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2018 ജാനുവരി 1 ഇവരുടെ ഒരു ഫ്രണ്ട് സൂറത്തിലുള്ള അവരുടെ ഫാം ഹൗസിലോട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആളുടെ ഡ്രൈവറും വൈഫും കൂടെയും ആ ഒരു ഫാം ഹൗസിലോട്ട് പോവുകയും ചെയ്തു. അവിടെ തിമ്പ എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ടായിരുന്നു അവർ പോയത്. അപ്പോൾ ഇവരിങ്ങനെ വാഴത്തോട്ടമൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരാൾ വാഴക്കുല വെട്ടുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി എടുത്ത് ഓടി വന്നിങ്ങായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ കഴുത്തിന് ഒരു വെട്ടുന്നത്. ആ കത്തി അത്രയും നല്ല ഷാർപ്പായിരുന്നു, ആ ബ്ലേഡ് അത്രയും നല്ല എന്താ പറയുക, അത്രയും ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡായിരുന്നു. ഒരു വാഴക്കുല വെട്ടുമ്പോൾ കൊല നിലത്ത് വീഴുന്നത് പോലെ തന്നെ ആ പെൺകുട്ടിയുടെ തല ബോഡിയിൽ നിന്ന് വേർപെട്ട് നിലത്ത് കിടന്ന് ഉരുളുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആകെപ്പാടെ രക്തം ചീറ്റാനായിട്ട് തുടങ്ങി. ആ വെട്ടിയ ആള് എന്താ പറയുക, കൊടുവാളും പിടിച്ച് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങി. ബാക്കിയുള്ള ആളുകൾ ഇയാളെ ഓടിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു രംഗം കണ്ട എല്ലാവരുടെയും എന്താ പറയുക കോൺഷ്യസ്നെസ് പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അത്രത്തോളം ക്രൂരമായിട്ടുള്ള, അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു രംഗമായിരുന്നു അത്. ഇയാളിങ്ങനെ ബ്ലഡിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അത് കണ്ട കുറച്ച് നാട്ടുകാർ നേരെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയും അതുപോലെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരാണ് അയാൾ? എന്തിനാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തത്? എന്തുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു സ്ത്രീയോട് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടായത്? അതുപോലെ തന്നെ ആരെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി ഈ സൂറത്തിലോട്ട് എത്തിയത്? 2018 ഗുജറാത്തിനെയും അതുപോലെ തന്നെ ബോംബെയെയും നടുക്കിയ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസുകാർ അറസ്റ്റ് ചെയ്ത ആളുടെ പേര് പ്രീതേഷ് പട്ടേൽ എന്നായിരുന്നു. അപ്പോൾ ആൾ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലത്തെ വലിയ ഒരു പണക്കാരനായിരുന്നു, വലിയൊരു ജന്മിയായിരുന്നു. അപ്പോൾ ഒരു വാഴത്തോട്ടത്തിൽ വെച്ചിട്ടായിരുന്നല്ലോ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ഒരു വാഴത്തോട്ടം വരെ അയാളുടേതായിരുന്നു. 30 വയസ്സായിരുന്നു ആളുടെ പ്രായം. ആളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഒരുപാടധികം തോട്ടങ്ങളും കാര്യങ്ങളും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ നല്ല ലാവിഷ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ആളുടെയും അതുപോലെ തന്നെ ആളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും. അപ്പോൾ അയാളും അതുപോലെ തന്നെ ഈ ബോംബെയിൽ കിടക്കുന്ന ഈ ഒരു സ്ത്രീയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? അതറിയണമെന്നുണ്ടെങ്കിൽ പട്ടേലിൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റി അറിയണം. ഇയാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളുടെ അച്ഛൻ വിദേശത്ത് നല്ലൊരു പോസ്റ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് നല്ല രീതിയിൽ വരുമാനം വരുന്നുണ്ടായിരുന്നു. ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്നും വരുമാനം വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പ്രോപ്പർട്ടീസും സ്വത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ അച്ഛൻ വിദേശത്തു നിന്ന് വരുന്നുണ്ടോ ആൾ ബോംബെയിലെ എയർപോർട്ടിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഈ പട്ടേൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ വൈറ്റ് കളർ കാർ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അച്ഛനെ കൂട്ടാനായിട്ട് പോകും. അതിനുശേഷം അച്ഛനെയും കൂട്ടിയിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരും. അതിനുശേഷം അച്ഛനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതും ഇയാളാണ്. ഇയാൾ അച്ഛനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരില്ല. അതിനുശേഷം ആൾക്ക് ആളുടേതായിട്ടുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ആൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയിലുള്ള ഒരുപാടധികം ബാറുകളിലോട്ടും പബ്ബുകളിലോട്ടും അവിടേക്കും ഇവിടേക്കൊക്കെ പോകും. അതിനുശേഷം അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ട് കള്ളു കുടിക്കും, ഒരുപാടധികം പൈസ അവിടെ സ്പെൻഡ് ചെയ്യും. അതായിരുന്നു ആളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ 2017 പട്ടേലിൻ്റെ അച്ഛൻ വരികയാണ്. സാധാരണഗതിയിലത്തെ പോലെ തന്നെ ഇയാൾ നേരെ അങ്ങോട്ട് ചെന്ന് അച്ഛനെ പിക്ക് ചെയ്ത് നാട്ടിലോട്ട് വന്നു. അച്ഛൻ്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അച്ഛനെ തിരിച്ച് കൊണ്ടാക്കാനായിട്ട് ആൾ എയർപോർട്ടിലോട്ട് പോയി അച്ഛനെ കൊണ്ടാക്കി. അതിനുശേഷം ആൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ ആളൊരു ഡാൻസ് ബാറിൽ പോയപ്പോഴാണ് ഈ ഒരു ജ്യോതിയെ ആൾ ആദ്യമായിട്ട് കാണുന്നത്. അതെ, അവിടെയുള്ള ഒരു ബാർ ഡാൻസർ ആയിരുന്നു ജ്യോതി. വീട്ടിൽ അവർ മോഡലിംഗ് കരിയറാണ് ചെയ്യുന്നത്, മോഡലാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും
മോഡലിംഗ് കരിയർ അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാടധികം സ്ട്രഗിൾ അവർക്ക് ഉണ്ടാവുകയാണ്. വലിയ രീതിയിലുള്ള വരുമാനമൊന്നും കിട്ടിയില്ല, അതുപോലെ തന്നെ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. ഇവർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയായിരുന്നു, അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ നന്നായിട്ട് വഴങ്ങുമായിരുന്നു. അതുകൊണ്ട് ഒരു ബാർ ഡാൻസിങ് ക്രൂവിൻ്റെ ആ ഒരു സെറ്റപ്പിലോട്ട് അവർ എത്തിപ്പെടുകയാണ്. അതിനുശേഷം അവർ നല്ലൊരു ബാർ ഡാൻസറായിട്ട് പേരെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെ കാണുന്നതിന് വേണ്ടിയിട്ടും ഇവരോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ ആ ഒരു ബാറിലോട്ട് എത്തുന്ന ഒരുപാടധികം ആളുകൾ ഉണ്ടായിരുന്നു. ആ ഒരു തരത്തിൽ തന്നെ ആ ഒരു സ്ത്രീയോട് വല്ലാത്ത രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു പട്ടേലിനും തോന്നുകയാണ്. ജ്യോതിയെ കണ്ടതിന് ശേഷം അയാളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു സ്ത്രീയെ സ്വന്തമാക്കണം, ആ ഒരു സ്ത്രീയെ പ്രാപിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ആളുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ മുറിയെടുത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു സ്ത്രീ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ബാറിലോട്ട് വരും. അതിനുശേഷം അവിടെ ഇരുന്ന് കള്ളു കുടിക്കും. പിന്നെ ഈ ഒരു സ്ത്രീ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാടധികം പൈസ സ്പെൻഡ് ചെയ്യും. അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്ത് ആ ഒരു സ്ഥിരമായിട്ട് അങ്ങോട്ട് ചെന്ന് ഇവർക്കിടയിൽ ഒരു ചെറിയൊരു പരിചയം ഉണ്ടാവുകയാണ്. പതിയെ ആ ഒരു പരിചയം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായത്. പതിയെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് സ്ഥിരമായിട്ട് ആൾ ബോംബെയിലോട്ട് വരുന്നതും ഇവരൊരുമിച്ചുള്ള താമസവും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. പട്ടേൽ ഒരുപാടധികം പൈസ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ചിലവാക്കുകയാണ്. ഒരു കാർ വാങ്ങിച്ചു കൊടുക്കുന്നു, നെക്ലസ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഗോൾഡ് വാങ്ങി കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ, അതായത് നല്ല രീതിയിൽ പൈസ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ചിലവാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2018 ഡിസംബർ 27 പട്ടേലിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ ഒരു ജ്യോതിയെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ജ്യോതി ആ ഒരു പാർട്ടിക്ക് എത്തുകയാണ് ഉണ്ടായത്. ജ്യോതിയുടെ ഒപ്പം ജ്യോതിയുടെ ഡ്രൈവറും ആളുടെ വൈഫും ഉണ്ടായിരുന്നു. ഡ്രൈവറുടെ പേര് സന്ദീപ് എന്നായിരുന്നു, ആളുടെ വൈഫിൻ്റെ പേര് നികിത എന്നുമായിരുന്നു. അപ്പോൾ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം പട്ടേൽ ഇതേപോലെ തന്നെ ഈ ഒരു ജ്യോതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നാട്ടിൽ ഇതേപോലെ തന്നെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാഴത്തോട്ടം, ഫാം ഹൗസും പരിപാടിയൊക്കെ ഉണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുകയാണ്. അതിന് ജ്യോതിയും ഓക്കെ പറയുകയാണ്. അങ്ങനെ ആ ഡ്രൈവറിൻ്റെ വൈഫും അതുപോലെ തന്നെ ജ്യോതിയും പിന്നീട് ഈ പട്ടേലും എല്ലാവരും കൂടെയും ആ ഒരു ഫാം ഹൗസിലോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവർ ആ ഒരു തോട്ടത്തിലെത്തി. തോട്ടത്തിലൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ആ ഒരു സ്ത്രീയുടെ കഴുത്ത് വെട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ എന്തിനാണ് അയാളത് ചെയ്തത്? പട്ടേൽ കഥ പറയാനായിട്ട് തുടങ്ങി. പട്ടേലിൻ്റെ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, ഒരു കുട്ടിയുണ്ട്. എന്നാൽ ഈ കാര്യം ഈ ഒരു ജ്യോതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു കാര്യം ജ്യോതി കണ്ടെത്തുകയാണ്. അതിനുശേഷം ഇവർക്കിടയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ജ്യോതിക്ക് ഒരു പേടിയുണ്ടായിരുന്നു ഇയാൾ തന്നെ ഇട്ടിട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ താൻ ജ്യോതിനെ ഇട്ടിട്ട് പോകില്ല എന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാടധികം പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാടധികം പൈസ ഒരു സ്ത്രീക്ക് വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവസാനം ജ്യോതിയും പറഞ്ഞു, ഓക്കെ, നീ നിൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അതാണോ റിയലായിട്ടും ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലോട്ട് നയിക്കുന്നൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല. ഈ ഒരു ചോദ്യം പറയുന്നത് കേട്ടിട്ട് പട്ടേൽ വീട്ടിൽ പർപ്പസ്ഫുള്ളി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഭാര്യയുമായിട്ട് സ്ഥിരമായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. ആ സമയത്ത് ജ്യോതിയുടെ അടുത്ത് പട്ടേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൻസിനോട് തൻ്റെ കാര്യം ഒന്ന് പറയാനായിട്ട്. അതുപോലെ തന്നെ ഞാനും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിൻ്റെ കാര്യവും പറയാം, ഈ ഒരു കാര്യം തീരുമാനമായിക്കോട്ടെ, ഭാര്യയുടെ ഒരു തീരുമാനമാവട്ടെ എന്നുള്ളൊരു കാര്യം ആൾ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജ്യോതി കല്യാണ കാര്യത്തിൽ നല്ല രീതിയിൽ ഉഴപ്പ് കാണിക്കുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യനെ വല്ലാത്ത രീതിയിൽ ഇടങ്ങേറാക്കി. അതിനുശേഷം ഇയാളുടെ ഈ ജ്യോതിയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ഭാര്യ അറിയുകയാണ്. ആ ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഭാര്യ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇയാളുടെ കാര്യം ക്ലിയറായി. അങ്ങനെ ഇയാൾ നേരെ ജ്യോതിയുടെ അടുത്ത് പറയുകയാണ്, എന്തായാലും എൻ്റെ ഭാര്യ പോയിട്ടുണ്ട്, ഇനി നമുക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം, നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാമെന്നുള്ളൊരു കാര്യം പറയുകയാണ്. എന്നാൽ വീണ്ടും ഈ ഒരു ജ്യോതി നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജ്യോതി നൈസായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്ലിക്കാവുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതി ഫുൾ ടൈം ഫോണിലാണ്, ഫുൾ ടൈം ചാറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബിസിയാണ്. അതുപോലെ തന്നെ പഴയ പോലെ ഉത്സാഹമൊന്നുമില്ല സംസാരിക്കാനും. പിന്നെ തീരെ റൊമാൻറ്റിക്കൽ ഇപ്പോൾ പഴയ പോലൊന്നും അല്ല കാര്യങ്ങൾ. എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പോലെ ആൾക്കിങ്ങനെ ഫീൽ ചെയ്യുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വരെ, ആൾ സംസാരിക്കുമ്പോൾ വരെ വലിയ രീതിയിൽ എന്താ പറയുക ഒരു അറ്റൻഷൻ കൊടുക്കാതെ ഫോണിൽ തോണ്ടി ചാറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തുകയാണ്.
എന്തൊക്കെയാണെങ്കിലും ജ്യോതിക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ട് എന്നുള്ളത് ഈ ഒരു പട്ടേലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പാർട്ടിക്ക് വിളിച്ചു. അതിനുശേഷം നാട്ടിലോട്ട് പോകാമെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഇതിങ്ങേര് ഗ്രാമത്തിലോട്ട് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ഇവർ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ജ്യോതി ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇയാൾ കൂടുതലായിട്ട് അത് നോക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്താണ് ജ്യോതിക്ക് വേറൊരു റിലേഷനുള്ളൊരു കാര്യം ഇയാൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ഫോൺ ത്രൂ ഗൗരവ് എന്ന് പറയുന്നൊരു പയ്യനായിട്ട് ഒരു റിലേഷൻ ഉണ്ടെന്നും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണതെന്നും ഈ ഒരു ജ്യോതി എന്ന് പറയുന്ന സ്ത്രീ തന്നെ ചതിക്കുകയാണ് എന്നുള്ളൊരു കാര്യം ഇയാൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇയാൾ വല്ലാത്ത രീതിയിൽ ദേഷ്യം വരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എങ്ങനെയെങ്കിലും എന്താ പറയുക, ഇതിനുള്ളൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും ഇയാളുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെയാണ് ജ്യോതിയോട് പട്ടേൽ നമുക്ക് വാഴത്തോട്ടത്തിൽ കൂടെ നടന്നാലോ എന്ന് ചോദിക്കുന്നത്. അതിന് ജ്യോതി ഓക്കെയും പറഞ്ഞു. അപ്പോഴും ആളെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജ്യോതി അപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ദേഷ്യം ഇങ്ങനെ കൂടി വന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അരിവാളെടുത്തുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ തല അയാൾ വെട്ടിയത്. ഇത് കണ്ട ജ്യോതിയുടെ ഡ്രൈവറും വൈഫും പേടിച്ച് ഓടുകയാണ്. അടുത്തതിന് ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട്. എന്നാൽ അയാൾ ആ ഒരു കത്തിയെടുത്ത് നേരെ വീട്ടിലോട്ട് ഓടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഇടയിലാണ് നാട്ടുകാർ കാണുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും. പിന്നീട് ഇയാളെ കോടതിയിലും മറ്റും ഹാജരാക്കി അവസാനം ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. പിന്നെ പട്ടേൽ ഏകദേശം 1 കോടി രൂപക്ക് മുകളിൽ ഈ ഒരു ജ്യോതിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ ഒരു സ്ത്രീ ഇയാളെ ചതിച്ചു എന്നുള്ളൊരു ദേഷ്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്. എന്നാൽ ഇയാളുടെ സ്വന്തം ഭാര്യനെ ചതിച്ചിട്ടായിരുന്നു ഈ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.